ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇമ്മന്റെ അനിയത്തിന്റെ വീട്ടിലേക്ക് ഒന്ന് കൂടാൻ പോവാണ്. നമ്മൾ മാത്രമല്ല മാമനും ഇമ്മമ്മയും ഇമ്മന്റെ ചെറിയ അനിയത്ത് ഞങ്ങൾ എല്ലാവരും കൂടെ ഒന്ന് ഒത്തുകൂടാൻ പോവാണ്. ഞങ്ങൾ കൊല്ലങ്ങൾക്ക് മുന്നേ ഒരു വട്ടതേമാര് ഒത്തുകൂടിയിരുന്നു. ഇപ്പൊ ആഫ്റ്റർ കുറച്ച് കൊല്ലങ്ങൾക്ക് ശേഷം വീണ്ടും ഒത്തുകൂടാണ്. ഇന്നത്തെ ഉച്ചക്കത്തെ സ്പെഷ്യൽ സദ്യ ആയതുകൊണ്ട് തന്നെ പായസം ഉണ്ടാക്കുന്ന പണി ഞാൻ ഏറ്റെടുത്ത്. അവിയലിന്റെ താത്ത ഉണ്ടാക്കി, രസന്റെ അമ്മ ഉണ്ടാക്കി, അങ്ങനെ ഓരോരുത്തർ ഓരോന്നായിട്ട് ഉണ്ടാക്കുകയാണ്. നല്ല അടിപൊളി പായസമാണ് കേട്ടോ. അപ്പൊ അതെങ്ങനെ ഉണ്ടാക്കാന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ആദ്യം നമ്മൾ അട വേവിച്ചെടുക്കുക. എന്നിട്ട് ഒരു പാത്രത്തിൽ നമ്മൾ പഞ്ചസാര കാരമലൈസ് ചെയ്തിട്ട് അതിലേക്ക് നമ്മൾ പാല് കൂടെ ഒഴിക്കുക. പാൽ ഒഴിച്ചതിന് ശേഷം നമ്മൾ കുറച്ച് ഉപ്പിടും ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതിനുശേഷം നമ്മൾ വേവിച്ച അടയും പിന്നെ അതിന്റെ മുകളിൽ പഞ്ചസാരയും ആവശ്യത്തിന് മിൽക്ക് മേഡും വെച്ചിട്ട് നന്നായിട്ട് കുറുക്കിയെടുത്താൽ സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും. അവസാനം കുറച്ച് നെയ്യ് കൂടെ വെച്ചാൽ നമ്മുടെ പായസം ഇവിടെ റെഡിയാണ്. അപ്പൊ ഞാൻ ഉണ്ടാക്കുന്ന രീതിയാണ് കേട്ടോ ഞാൻ കാണിച്ചു തന്നിട്ടുള്ളത്. പായസം റെഡി ആവുന്ന ടൈം കൊണ്ട് തന്നെ നമ്മുടെ സദ്യയിലേക്കുള്ള ബാക്കി എല്ലാ സാധനങ്ങളും റെഡി ആയിട്ട് നമ്മളെല്ലാവരും താഴെ വട്ടത്തിൽ ഇരുന്നിട്ട് സദ്യ കഴിക്കാൻ പോവാണ്. എന്റെ അമ്മക്ക് 2 അനിയത്തിമാരാണ്. അതിൽ ഫസ്റ്റത്തെ അനിയത്തിന്റെ വീട്ടിലാണ് നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത്. ഈ അനിയത്തിന്റെ വീട്ടിൽ നിൽക്കാൻ വരുന്നതിന് വേറൊരു കാരണം കൂടി ഉണ്ട്. അത് നമ്മൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് പറഞ്ഞു. ഫുഡ് കഴിക്കുന്ന സമയത്തൊക്കെ നമ്മൾ എല്ലാവരും കൂടെ പല തമാശകൾ പറഞ്ഞിട്ട് ചിരിച്ചൊരു സൈഡായിനി കേട്ടോ. എന്റെ കല്യാണത്തിന് ശേഷം നമ്മൾ ഇപ്പോഴാണോന്ന് എല്ലാവരും കൂടെ കൂടുന്നത്. സത്യം പറഞ്ഞാൽ ഇങ്ങനെ ഒരു കൂടൽ നിർബന്ധമാണ്. സത്യം പറഞ്ഞാൽ വർഷത്തിൽ ഒരിക്കലെങ്കിലും നമ്മൾ ഇങ്ങനെയൊക്കെ കുടുംബത്തിലുള്ള എല്ലാവരോടും ഒന്ന് മീറ്റ് ചെയ്യണം എന്നാണ് എന്റെ ഒരു അഭിപ്രായം കേട്ടോ. കാരണം നമ്മൾ സാധാരണ വിരുന്നൊക്കെ പോകുമ്പോൾ ചായ കുടിക്കുക, പോയി വരാം, ആ ഒരു ബന്ധം ഉണ്ടാവുള്ളൂ. പക്ഷെ ഒരു ദിവസം ഫുള്ള് കിട്ടുമ്പോഴായിരിക്കും എല്ലാവരോടും ഒന്നുകൂടൊന്ന് നമുക്ക് പഴയ പോലെ മിങ്കിൾ ആവാൻ പറ്റുക. കുട്ടികൾക്ക് വരെ അതൊരു സത്യം പറഞ്ഞാൽ ഒരു നമ്മളെ വീട്ടിലാകുമ്പോൾ കളിക്കാനൊന്നും ആരും ഉണ്ടാവില്ല. ഇങ്ങനെ പോകുമ്പോൾ കുടുംബത്തിലുള്ള എല്ലാ കുട്ടികളോടെ കളിക്കാനും എല്ലാം അടിപൊളിയാണെന്ന് ഞാൻ പറയുള്ളൂ. ഇമ്മന്റെ ഈ അനിയത്തിന്റെ വീട്ടിൽ തന്നെ നിൽക്കാൻ വേണ്ടതിന്റെ കാരണം എന്താ പറയുക, ഈ പാടാണ് കേട്ടോ. ഈ പാടത്ത് ഞങ്ങൾ ഇതിന് മുന്നേ വന്ന ടൈമിൽ ഈ വെള്ളത്തിലൊക്കെ ഇറങ്ങി കളിക്കലും കുളിക്കലൊക്കെ ഉണ്ടായിരുന്നു. കാരണം ഈ പാടത്തിനോട് ഒരു പ്രത്യേക അറ്റാച്ച്മെന്റ് ആണ്. അതുകൊണ്ട് തന്നെ ആ പാടത്തുനിന്ന് പോരാനേ തോന്നൂല കേട്ടോ. അങ്ങനെ നമ്മൾ വീട്ടിലെത്തിയിട്ട് നമ്മൾ ചായക്കുള്ള പഴംപൊരി ഉണ്ടാക്കി, പാഷൻ ഫ്രൂട്ട് ജ്യൂസ് ഒക്കെ ഉണ്ടാക്കി എല്ലാവരും ഒരുമിച്ച് ഇരുന്ന് കഴിച്ചു. അപ്പൊ എന്റെ വീട്ടിലെ മൂത്ത ആളെന്ന് പറയുന്നത് ഇതാണ് കേട്ടോ. ഇതാണ് എന്റെ അമ്മന്റെ അമ്മ. അപ്പൊ ഇന്നത്തെ വീഡിയോ